പോലീസ് പെട്രോൾ തുടങ്ങുന്നു. സ്വന്തം വീടിനകത്ത് പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇന്ന് മലപ്പുറത്തു നിന്നും ഇടുക്കിയിൽ നിന്നും വന്നത്. മലപ്പുറത്ത് 11-കാരിയെ പീഡിപ്പിച്ചത് അമ്മയുടെ കാമുകൻ. ഇടുക്കിയിൽ 7ാം ക്ലാസ്സുകാരി പീഡനത്തിന് ഇരയാക്കിയത് സ്വന്തം അച്ഛനും ബന്ധുവും ചേർന്ന്. ഇതോടൊപ്പം സമൂഹ മാധ്യമങ്ങളുടെ ചതിക്കുഴിയുമുണ്ട്. ഈ വാർത്തകൾക്ക് പിന്നാലെയാണ് ഇന്നത്തെ പോലീസ് പെട്രോൾ. സമൂഹ മാധ്യമങ്ങൾ പലപ്പോഴും വില്ലനാകാറുണ്ട്. ഇതിന്റെ ചതിക്കുഴിയിൽ പെടുന്നതിലേറെയും പെൺകുട്ടികളാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൊല്ലത്ത് ഇന്ന് 3 പേർ അറസ്റ്റിലായി. കൊല്ലം കുണ്ട്ര സ്വദേശിനിയായ 16-കാരിയെ തിരുവനന്തപുരം പാലോട് എത്തിച്ചാണ് പീഡിപ്പിച്ചത്. കൊല്ലം കുണ്ടറ സ്വദേശിനിയായ +1 വിദ്യാർത്ഥിനിയെ 3 യുവാക്കൾ ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ച സംഭവമാണ് കൊല്ലത്ത് നിന്ന് ഇന്ന് പങ്കുവെക്കാനുള്ളത്. സംഭവങ്ങൾ തുടങ്ങുന്നത് കഴിഞ്ഞ ശനിയാഴ്ച 21-ാം തീയതിയാണ്. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഇൻസ്റ്റഗ്രാം വഴി ഈ +1 വിദ്യാർത്ഥിനിയെ ജസീർ എന്ന് പറയുന്ന തിരുവനന്തപുരം പെരുമാതുറ സ്വദേശിയായ യുവാവ് പരിചയപ്പെടുന്നു. കുറച്ചു കാലത്തെ പരിചയത്തിന് ശേഷവും സംസാരത്തിന് ശേഷം ഇത് പ്രണയത്തിലെത്തിച്ചേരുന്നു. കഴിഞ്ഞ 21-ാം തീയതി ശനിയാഴ്ച ജസീർ പെൺകുട്ടിയോട് കുണ്ട്ര ജംഗ്ഷനിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നു. സുഹൃത്തുക്കളായ 2 പേർക്കൊപ്പം ജസീർ അവിടെ എത്തുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കുറച്ചു കാലമായി തുടർന്ന സൗഹൃദവും അതിനുശേഷമുണ്ടായ പ്രണയവുമാണ് ഈ പെൺകുട്ടിയെ ഇത്തരമൊരു കുരുക്കിൽ കൊണ്ട് എത്തിച്ചത്. ഇതിന് കൃത്യമായ കരു നീക്കിയത് ക്രിമിനൽ ബുദ്ധിയുള്ള ജസീറാണ്. ജസീർ ഈ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടത്, ഇത്ര കാലമായി നമ്മൾ സംസാരിക്കുന്നു, അതുകൊണ്ട് നേരിട്ടൊന്ന് കാണണം. അങ്ങനെ ഈ പെൺകുട്ടിയെ നേരിട്ട് കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച പ്രകാരമാണ് ഈ ജസീറും 2 സുഹൃത്തുക്കളും കുണ്ട്രയിൽ എത്തിച്ചേരുന്നത്. ജസീർ ആവശ്യപ്പെട്ട പ്രകാരം പെൺകുട്ടി കുണ്ട്ര ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്നാണ് കാറിൽ കയറ്റി തിരുവനന്തപുരത്ത് പാലോടേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത്. ജസീറിനൊപ്പം ഉണ്ടായിരുന്നത് നിയാസും നൗഫലുമായിരുന്നു. നിയാസാണ് വാഹനം സംഘടിപ്പിച്ചുകൊണ്ട് കുണ്ട്രയിലെത്തിയത്. ഈ വാഹനത്തിൽ കയറ്റിയാണ് ഈ +1 വിദ്യാർത്ഥിനിയെ തിരുവനന്തപുരത്ത് പാലോടുള്ള വീട്ടിലെത്തിച്ചത്. ഇവിടെ പാലോട് പീഡിപ്പിക്കാൻ വേണ്ടി ഒരു വീട് തരപ്പെടുത്തിയത്, ഈ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഒരു വീട് തരപ്പെടുത്തിയത് നൗഫലായിരുന്നു. ജസീറിനൊപ്പം നൗഫൽ, നിയാസ് എന്നീ 2 പേർ കൂടി ഉണ്ടായിരുന്നു. ഇതിൽ നിയാസാണ് കാറ് കൊണ്ടുവന്നത്. ഈ കാറിൽ കയറ്റിയാണ് +1 വിദ്യാർത്ഥിനിയെ പാലോട് എത്തിച്ചത്. നൗഫൽ തന്നെ ഒരു വീടും തരപ്പെടുത്തി. ഇവിടെ വെച്ച് 3 പേർ ചേർന്ന് ഈ 3 പേരും ചേർന്ന് ഈ +1 വിദ്യാർത്ഥിനിയെ ക്രൂരമായി പീഡിപ്പിച്ചു. ജസീറിനേക്കാൾ നിയാസിനേക്കാൾ കൂടുതൽ തവണ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതും ക്രൂരമായി പെരുമാറിയതും ദേഹോപദ്രവം ഏൽപ്പിച്ചതും നൗഫലായിരുന്നു, ഈ 20 വയസ്സുകാരൻ. പെൺകുട്ടിയെ കാണാതായി എന്ന വീട്ടുകാരുടെ പരാതി എത്തിയുടൻ തന്നെ കുണ്ട്ര പോലീസ് നടത്തിയ അതിവിദഗ്ധമായ നീക്കമാണ് പ്രതികളിലേക്ക് എത്തിയതും അവരെ അറസ്റ്റ് ചെയ്യാൻ സഹായിച്ചത്. ഈ 3 ആളുകൾ മുൻപും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി പെൺകുട്ടികളെ പരിചയപ്പെട്ട് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ്. സ്വാഭാവികമായും പോലീസിൻ്റെ അന്വേഷണം അത്തരത്തിലേക്ക് നീങ്ങുമെന്നും കൂടുതൽ ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വരും ദിവസങ്ങളിൽ അറിയാനാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം
ഷാനോസ് ഡേവിഡ്, ന്യൂസ് 18, കൊല്ലം. സാധാരണ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടമാണ് സ്വന്തം വീട്. എന്നാൽ ഇന്ന് മലപ്പുറത്തു നിന്നും ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ടായി. അമ്മയുടെ കാമുകൻ 11-കാരിയെ പീഡിപ്പിച്ചു. ഈ കേസിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ജീവനക്കാരനും കുട്ടിയുടെ അമ്മയും അറസ്റ്റിലായി. അമ്മയുടെ അറിവോടെയാണ് പീഡനം നടന്നതെന്ന് കുട്ടി സ്കൂളിലെ കൗൺസിലിംഗിനിടെ വെളിപ്പെടുത്തി. നവംബർ ഡിസംബർ മാസങ്ങളിലായാണ് കുട്ടി ലൈംഗികാതിക്രമണം നേരിട്ടത്. ബാങ്കിന്റെ ഓഫീസ് കെട്ടിടത്തിലും കാറിലും വെച്ച് പെൺസുഹൃത്തിന്റെ മകളായ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ അലി അക്ബർ ഖാൻ പീഡിപ്പിച്ചു. ഇക്കാര്യം അമ്മ അറിഞ്ഞിരുന്നുവെന്നും കുട്ടി മൊഴി നൽകി. വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ നിന്ന് നൽകിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം വെളിപ്പെടുത്തിയത്. അധ്യാപകർ വിവരമറിയിച്ചതിനനുസരിച്ച് ചൈൽഡ് ലൈൻ ഇടപെടുകയും പോലീസ് കേസെടുക്കുകയുമായിരുന്നു. യുവതിയെ എറണാകുളത്തു നിന്നും അലി അക്ബറിനെ മലപ്പുറത്തെ ബന്ധുവീട്ടിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും പോയി കുട്ടീൻ്റെ മൊഴിയെടുത്തു. കേസിൻ്റെ അന്വേഷണം മതിയാണ് ഇപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്തത്. അല്ല, 2 ആൾ അറസ്റ്റ്. അമ്മയുടെ സഹായത്തോടെയായിരുന്നു ഈ ഉപദ്രവം ആണെന്ന് വേണമെങ്കിൽ അങ്ങനെയാണ് പറയാം. അമ്മ അറിഞ്ഞിട്ടും തടഞ്ഞില്ല. അതാണ് കുട്ടിയുടെ മൊഴി. ബാങ്ക് ജീവനക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതിയും അലി അക്ബർ ഖാനും തമ്മിൽ ദീർഘനാളത്തെ ബന്ധമുണ്ട്. ബാങ്കിലെ മുസ്ലിം ലീഗ് എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് അറസ്റ്റിലായ അലി അക്ബർ ഖാൻ. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറത്ത് അമ്മയുടെ കാമുകനാണ് വില്ലനായതെങ്കിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് അച്ഛനും ബന്ധുവും ചേർന്നാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. 7ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഇരുവരും പോലീസിന്റെ പിടിയിലായി. അച്ഛന്റെ സുഹൃത്തും ഈ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതിയുണ്ട്. മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം. വിദ്യാർത്ഥിനി അവധിക്ക് വീട്ടിലെത്തിയപ്പോഴായിരുന്നു അച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ബന്ധുവീട്ടിൽ സന്ദർശനത്തിനിടെ യുവാവും സ്വന്തം വീടിനോട് ചേർന്നുള്ള ഷെഡിൽ വെച്ച് അച്ഛന്റെ സുഹൃത്തും പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പറയുന്നു. ഹോസ്റ്റലിൽ നിന്നാണ് കുട്ടി പഠിച്ചിരുന്നത്. കൗൺസിലിംഗിലാണ് പീഡന വിവരം അറിയുന്നത്. സഹോദരനോടും അച്ഛൻ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും കുട്ടി പറയുന്നു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നെടുങ്കണ്ടം പോലീസ് അച്ഛനെയും ബന്ധുവായ യുവാവിനെയും അറസ്റ്റ് ചെയ്തു. കുട്ടികളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റും. നെടുങ്കണ്ടം. സമൂഹ മാധ്യമങ്ങളിലും വീട്ടിലും മാത്രമല്ല അപകടം പതിയിരിക്കുന്നത്. ആത്മീയത മുതലെടുത്തും ചിലർ യുവതികളെ ചതിക്കുഴിയിൽ വീഴ്ത്താറുണ്ട്. ഇത്തരമൊരു വാർത്തയാണ് മലപ്പുറം തിരൂരിൽ നിന്നും വന്നത്. തിരൂരിൽ വീട്ടമ്മയായ യുവതിയെ പീഡിപ്പിച്ചത് മദ്രസാധ്യാപകൻ. പരാതിക്ക് പിന്നാലെ ഇയാൾ വിദേശത്തേക്ക് കടന്നതായും യുവതി പറയുന്നു. ആദവനാടിലെ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവും മദ്രസാധ്യാപകനുമായ എടയാട്ടിൽ ഹാരിസ് മുസ്ലിയാർക്കെതിരെയാണ് യുവതി തിരൂർ പോലീസിൽ പരാതി നൽകിയത്. കാരത്തൂർ മർക്കസിൽ മകനെ പഠിപ്പിച്ചിരുന്ന കാലത്തെ പരിചയം മുതലെടുത്ത് ഹാരിസ് മുസ്ലിയാർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതിയിൽ പറയുന്നു. എൻ്റെ മകൻ്റെ ഉസ്താദായിരുന്നു. കാരത്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മദ്രസ അധ്യാപകനായിരുന്നു മുഹമ്മദ് ഹാരിസ്. അവർ 2 വർഷത്തോളമായിട്ട് നല്ല പരിചയം, നല്ല രൂപത്തിൽ പെരുമാറി. അതിനുശേഷം എൻ്റെ ഭർത്താവുമായിട്ട് ഞാൻ ചെറിയൊരു വഴക്ക് പ്രശ്നത്തിൽ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ സൗഹൃദം നടിച്ച് സൗഹൃദ മുഖേന പിന്നീട് നീ എന്ത് വന്നാലും പേടിക്കണ്ട, നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ വാഗ്ദാനം നൽകിയിട്ട്
പിന്നീട് ഇത് ഭർത്താവ് അറിഞ്ഞ സമയത്ത്, വീട്ടിലെ ഈ ബന്ധം അറിഞ്ഞ സമയത്ത് അവർ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവന് വിദേശത്തേക്ക് കടന്നു കളഞ്ഞു. വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയും മകളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. തിരൂരിലെ സ്വകാര്യ ലോഡ്ജിലെത്തിച്ചും പീഡിപ്പിച്ചെന്ന് പരാതിയിൽ വ്യക്തമാണ്. ഭർത്താവുമായി അകന്നുകഴിഞ്ഞ സമയത്തായിരുന്നു ഹാരിസ് പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഒരു പെണ്ണിന് ഈ ഗതി വരരുത്. ഫാമിലി അവൻ്റെ ഉമ്മയുടെ സമ്മതത്തോടു കൂടിയാണ് അവന് പറഞ്ഞത്. നമ്മുടെ ഇസ്ലാമിക മത പ്രകാരം രണ്ടാമത് നിന്നെ വിവാഹം കഴിക്കാമെന്നാണ് എന്നോട് വാക്ക് നൽകിയത്. അത് വിശ്വസിച്ചു പോയി. വിഷയമറിഞ്ഞ ഭർത്താവ് ബന്ധം പിരിയാൻ ആവശ്യപ്പെട്ടു. യുവതിയുടെ ബന്ധുക്കളെ കഴിഞ്ഞ 18-ന് ഹാരിസിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലീഗ് നേതാക്കളെയും മഹല്ല് കമ്മിറ്റിക്കാരെയും വിളിച്ചുകൂട്ടി മർദ്ദിച്ചെന്നും പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 തിരൂർ. കഞ്ചാവ് തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ബന്ധുക്കളെന്നോ വീടെന്നോ ഇല്ല. എന്തും നശിപ്പിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് ചിലർ മാറും. ഇടുക്കി അടിമാലിയിൽ സ്വന്തം വീടിന് യുവാവ് തീയിട്ടു. വാളറ സ്വദേശി ഡൽമനാണ് വീട് ഡീസൽ ഒഴിച്ച് കത്തിച്ചത്. ഇയാൾ ലഹരിക്കടിമയാണെന്നും ചില മാനസിക പ്രശ്നങ്ങളുള്ളതായും ബന്ധുക്കൾ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവാവിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല. പുലർച്ചെ 6 മണിക്കാണ് വാളറ പുത്തൻപുരയ്ക്കൽ ഡൽമാൻ സ്വന്തം വീടിന് തീയിട്ടത്. ഡീസൽ ഒഴിച്ച ശേഷം വീടിന് തീ കൊളുത്തുകയായിരുന്നു. സമൂഹമാധ്യമം വഴി പ്രചരിപ്പിച്ചുകൊണ്ടാണ് യുവാവ് വീടിന് തീയിട്ടത്. വീടിന്റെ പകുതിയിലധികവും കത്തിനശിച്ചു. അടിമാലി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരുടെ സഹായത്തോടെയാണ് തീ അണച്ചത്. സമീപത്തെ മറ്റൊരു വീട്ടിലേക്കും തീയിടാൻ ഇയാൾ ശ്രമിച്ചു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. യുവാവിനായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. ഇയാൾ ലഹരിക്ക് അടിമയാണെന്നും മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്നും പറയുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. അടിമാലിയിൽ യുവാവ് സ്വന്തം വീടാണ് നശിപ്പിച്ചതെങ്കിൽ കോട്ടയത്ത് ഭാര്യ വീടിന് നേരെയായിരുന്നു ആക്രമണം. കോട്ടയം കുമാരനെല്ലൂരിലാണ് ഭാര്യയുടെ വീട് യുവാവും ഗുണ്ടാ സംഘവും ചേർന്ന് ആക്രമിച്ചത്. കുടുംബ പ്രശ്നത്തെ തുടർന്നായിരുന്നു അതിക്രമം. സംഭവശേഷം രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒന്നും വേണ്ട കേട്ടോ. ഈ വീട്ടിൽ കിടക്കുന്ന ഇവിടെ ഒരു സാധനമുണ്ട് കേട്ടോ, അറിയാലോ. അനീഷ, നീ ഇതിന്റെ കാര്യം നോക്ക് കേട്ടോ. കഴിഞ്ഞ രാത്രിയാണ് ഇങ്ങനെ ഒരു അക്രമ സംഭവം ഉണ്ടായത്. തിരുവല്ല സ്വദേശിയായ എസ് സന്തോഷ്, അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ മേഖലാ അധ്യക്ഷനാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഭാര്യ വീട്ടിൽ അക്രമം നടന്നത്. പുതുക്കുളങ്ങര വിജയകുമാരിയുടെ വീട്ടിൽ, അതായത് കുമാരനെല്ലൂരാണ്, വിജയകുമാരി അമ്മയുടെ വീട്ടിലാണ് ഇത്തരത്തിലൊരു അക്രമം നടന്നത്. രാത്രി മദ്യപിച്ചെത്തിയ ശേഷം അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഇവർ എന്നാണ്. ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സംഘാംഗങ്ങളും ചേർന്ന് അക്രമം അഴിച്ചുവിടുകയായിരുന്നു. എന്തായാലും ജനൽ ചില്ലകളും മറ്റും അടിച്ച് തകർത്തിട്ടുണ്ട്. ഗാന്ധിനഗർ പോലീസാണ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്നതാണ് ഈ കുടുംബം, വിജയകുമാരി അമ്മയും ഒപ്പം തന്നെ മകൻ അനന്തുവും ഒക്കെ പരാതിയായി പറയുന്നത്. പ്രസവത്തിന് വേണ്ടി ഈ വിജയകുമാരി അമ്മയുടെ മൂത്ത മകൾ, അതായത് സന്തോഷിന്റെ ഭാര്യ ഇവിടെ വീട്ടിലെത്തിയിരുന്നു. പ്രസവിച്ചിട്ട് കുഞ്ഞിന് 2 മാസം പ്രായമാണ് ഉള്ളത്. ഇതിനിടെ കൂടുതൽ സ്ത്രീധനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സന്തോഷ് എത്തി എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. സ്ത്രീധനം 35 പവന്റെ സ്വർണം കൊടുത്തു. അത് അവള് പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാണ്. കുറച്ച് പിന്നെ ഇവിടെ വന്ന് എടുത്തു. അങ്ങനെ 35 പവന്റെ സ്വർണം കൊണ്ടുപോയി.
അവനിപ്പം അതൊന്നും സമ്മതിക്കുകയില്ല. അവനിനിയും കാശ് കൊടുക്കെന്നും പറഞ്ഞുള്ള പ്രശ്നങ്ങളാണ്. അതെങ്ങനെയെങ്കിലും രമ്യതയെ പൊക്കോട്ടെന്ന് വെച്ച് ഞങ്ങൾ ഇത്രയും നാളും അവനോട് അങ്ങനെ വഴക്കിനോ ബഹളത്തിനോ ഒന്നും പോകാതെയൊക്കെ നാട്ടിൽ നീക്കിയൊക്കെ വിട്ടു. ഒരു കുഞ്ഞായി പോയല്ലോ എന്ന് വിചാരിച്ച്. നേരത്തെ 35 പവൻ സ്വർണം നൽകിയിരുന്നതാണ്. പക്ഷേ ഇത് മുക്കുമണ്ഡമാണ് എന്ന ആരോപണമാണ് സന്തോഷ് പറയുന്നതെന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ പരാതി പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ്. അതായത് അക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ, കടുത്ത വെല്ലുവിളിയും ഭീഷണിയുടെയും ഒക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ തുടർ കേസന്വേഷണം നടത്തി പ്രതിയെ പിടികൂടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 5 മണി തൊട്ട് തിരുവല്ലയിൽ നിന്ന് 3 പേരുടെ ഫോൺ വിളിച്ച് 3-4 പേരുടെ വട്ടം കൂടി ഫോൺ വിളിച്ച് തെരുവ് വിളിക്കാൻ തുടങ്ങി. തെരുവ് വിളിച്ച് 12 മണി വരെ തെരുവ് വിളിച്ചപ്പോഴത്തേനും ഞങ്ങൾ ഗാന്ധി സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേന് ഞങ്ങളെല്ലാം അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേന് ചില്ലെല്ലാം ഇടിച്ച് പൊട്ടിക്ക് 3-4 പേര് മൊത്തം വീടിന് ചുറ്റും നടന്ന് തെരുവ് വിളിക്ക് വീടിന് മേലോട്ട് കല്ലെറിയുകയൊക്കെ ചെയ്യുമായിരുന്നു. പോലീസ് പറയുന്ന അനുസരിച്ച് ഒരു കുടുംബ വഴക്കാണ്, സ്ഥിരമായി കുടുംബ വഴക്ക് ഉണ്ടാകുന്നു എന്നുമാണ്. എന്തായാലും സ്ത്രീധനം തന്നെയാണോ തർക്ക വിഷയം എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഇനിയും അത്തരത്തിലൊരു വ്യക്തത, അന്വേഷണം സന്തോഷിനെ കൂടി കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്ത ശേഷം മാത്രമേ അത്തരത്തിലുള്ള വിവരങ്ങൾ നൽകാൻ കഴിയൂ എന്നതാണ് പോലീസിന്റെ ഒരു നിലപാടുള്ളത്. എന്തായാലും ഈ വീടിന്റെ ചില്ലുകൾ, പുറത്തു കിടന്ന കാർ, ഇതിന്റെ ചില്ലുകളെല്ലാം തന്നെ അടിച്ച് തകർത്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഒന്നും വേണ്ട കേട്ടോ. ഈ വീട്ടിൽ കിടക്കുന്ന ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, അറിയാലോ. അനീഷ, നീ ഇതിന്റെ കാര്യം നോക്ക് കേട്ടോ. തട്ടിപ്പ് സംഘത്തെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണിപ്പോൾ. ആപ്പിൾ ഐപാഡ് വാങ്ങാനെന്ന വ്യാജേന പ്രവാസിയിൽ നിന്നും 20 ലക്ഷം രൂപ തട്ടിയെടുത്തു. ഈ കേസിൽ നൈജീരിയൻ സ്വദേശി അറസ്റ്റിലായി. ബംഗളൂരുവിൽ വെച്ചാണ് കോഴിക്കോട് സിറ്റി ക്രൈം സെൽ ഇയാളെ പിടികൂടിയത്. നല്ലളം സ്വദേശിയായ പ്രവാസിയുടെ ആപ്പിൾ ഐപാഡ് OLXൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. ഇത് വാങ്ങാനെന്ന വ്യാജേനയാണ് പ്രതികൾ പരാതിക്കാരനെ സമീപിച്ചത്. പണം അയച്ചെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ റെസീറ്റ് നൽകി. ഇതിനായി വെൽസ് ഫാർഗോ എന്ന അമേരിക്കൻ ബാങ്കിന്റെ വ്യാജ ഡൊമൈൻ നിർമ്മിച്ചു. വ്യാജ നമ്പറുകളിൽ നിന്ന് വാട്സപ്പ് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ് നൈജീരിയൻ സംഘം പരാതിക്കാരനുമായി ബന്ധം സ്ഥാപിച്ചത്. പിന്നീട് പ്രവാസിയുടെ അക്കൗണ്ടിൽ നിന്ന് 20 ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു. സൈബർ കുറ്റകൃത്യങ്ങൾ പതിവാക്കിയ നൈജീരിയൻ പൗരൻ അകുചി ഇഫിയാനി ഫ്രാങ്ക്ലിനെ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയത്. പ്രധാന പ്രതിയായ ഇയാളെ സൈബർ ക്രൈം അന്വേഷണ സംഘം സാഹസികമായി കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാളടക്കം 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഒരാളെ കൂടി ഞങ്ങൾ സംശയിക്കേണ്ടത്, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 19 ലക്ഷത്തി സംതിങ് രൂപ, 19,700,000 രൂപ. ബാങ്ക് വഴിയാണോ അതോ വിദേശ ബാങ്ക് വഴിയാണോ? വിദേശ ബാങ്ക്. ഇയാളുടെ പണം പോയിരിക്കുന്ന ICICI ബാങ്കിൽ നിന്നാണ്. ഇയാളുടെ അക്കൗണ്ട്, പരാതിക്കാരന്റെ അക്കൗണ്ട് ICICI ബാങ്കിലാണ്. ഇവര് ഓപ്പറേഷൻ മുഴുവൻ നടത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിലെ പല ബാങ്കുകളിലായിട്ടാണ്. ഇവര് ആദ്യം വന്ന ആള് 2 ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു, അന്ന് അറസ്റ്റിലായ ആള്. ഇവരും പഠിക്കാനായ വിസയിലെത്തിയ എല്ലാവരും സ്റ്റുഡൻസ് വിസയിൽ വന്നിട്ട് ഇവിടെ അന്യായമായി, അതായത് കാലാവധി കഴിഞ്ഞിട്ടും താമസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഫോറിനേഴ്സ് ആക്ടും കേസിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 4 പേരാണ് പ്രതികൾ. ഇതിൽ 2 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വിദ്യാർത്ഥി വിസയിൽ ഇന്ത്യയിലെത്തിയ നൈജീരിയക്കാരാണ് 3 പ്രതികളും. വിസ കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങാതെ പലയിടങ്ങളിലായി താമസിക്കുന്ന ഇവർ സൈബർ കുറ്റകൃത്യങ്ങളിലൂടെയാണ് പണം കണ്ടെത്തുന്നത്. IPC 420, IT ആക്ട്, ഫോറിനേഴ്സ് ആക്ട് എന്നിവ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത്.
18 കോഴിക്കോട്. കൂടുതൽ പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിനിടെയാണ് പലരും തട്ടിപ്പിനിരകളാകുന്നത്. കാസർഗോഡ് സ്വദേശിയിൽ നിന്നും 1 കോടിയിലധികം രൂപ തട്ടിയെടുത്തത് ഓസ്ട്രേലിയൻ വിസ വാഗ്ദാനം ചെയ്തും ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നും പറഞ്ഞാണ്. തട്ടിപ്പ് നടത്തിയ തൃക്കരിപ്പൂർ സ്വദേശി ഫൈസൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. സമാനമായ രീതിയിൽ ഇയാൾ നിരവധി പേരിൽ നിന്ന് പണം തട്ടിയെടുത്തിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പടന്നക്കാട് ഒഴിഞ്ഞുവളപ്പ് സ്വദേശി നിയാസ് മുഖാന്തരം ഓസ്ട്രേലിയയിലുള്ള ബിസിനസ്സിലേക്ക് പങ്കാളിയാക്കാമെന്നും വിസ നൽകാമെന്നും വിശ്വസിപ്പിച്ച് 1 കോടി രൂപയോളം തട്ടിയെടുത്തതായാണ് സഹീർ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണന് പരാതി നൽകിയത്. ദുബായിൽ ബിസിനസ് നടത്തി വന്നിരുന്ന സഹീർ സ്വന്തം ബിസിനസ്സിൽ നിന്നും മറ്റു പലരിൽ നിന്നും കടം വാങ്ങിയാണ് ഉടുമ്പന്തല സ്വദേശിക്ക് പണം നൽകിയത്. കടം നൽകിയവർ ഇപ്പോൾ യുവാവിന്റെ വീടിന് മുന്നിൽ നിൽപ്പ് സമരം തുടങ്ങിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരനായ ഫൈസൽ നാട്ടിൽ ഉണ്ടാവാറില്ലെന്നും ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒഴിഞ്ഞുമാറുന്നുവെന്നുമാണ് തട്ടിപ്പിനിരയായ യുവാവും കുടുംബവും പറയുന്നത്. സഹീറിനെതിരെ വധഭീഷണി മുഴക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. നീതി ലഭിക്കും വരെ ഉടുമ്പന്തലയിലെ വീടിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് സഹീർ. മുമ്പിൽ വഴിയില്ല, ഇപ്പോൾ ഈ പറയുന്നത് ഞാൻ വീടിന്റെ പുറത്താണ്. ഈ വീടാണ് ഇവർ അടിച്ചു പൊളിച്ച് നൽകി എനിക്കെതിരെ കേസെടുക്കാൻ നടക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ വന്നിട്ടില്ല ഈ പുള്ളിനോട് ഞാൻ പൈസ മേടിച്ചിട്ടുള്ളതാണ്. അതുപോലെ എൻ്റെ കസിന്, എൻ്റെ ഭാര്യ, ചങ്ങായി, ഇവരോടെങ്കിൽ ഞാൻ പൈസ മേടിച്ചിട്ട് ഒരിക്കലും സത്യാവസ്ഥ ബോധ്യപ്പെടുന്നതും കാര്യങ്ങളില്ലത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റെ മുമ്പിൽ ഇതിനൊരു തീരുമാനമാകുന്നത് ഒരു ഇരിക്കലല്ലാതെ വേറൊരു വഴിയില്ല. ഓസ്ട്രേലിയയിൽ വിസയുടെ പേരിൽ കാസർഗോഡ് സ്വദേശിയായ മറ്റൊരു യുവാവിൽ നിന്ന് പണം വാങ്ങിയതായും ഇവർ ആരോപിക്കുന്നു. പ്രവാസിയായ സഹീറിന് പിന്തുണയുമായി കാസർഗോഡ് ജില്ലാ പ്രവാസി സംഘം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് കുണ്ടംകുഴിയിലെ അമ്മയുടെയും മകളുടെയും ദുരൂഹ മരണം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കുണ്ടംകുഴി സ്വദേശിനി നാരായണിയെ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിലും മകളെ കിടപ്പുമുറിയിൽ കമിഴ്ന്നു കിടന്ന നിലയിലും കണ്ടെത്തിയത്. എന്നാൽ മരണകാരണം ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുണ്ടംകുഴി പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന നാരായണിയെയും മകൾ +2 വിദ്യാർത്ഥിനി ശ്രീനന്ദനെയും ഇന്നലെ രാത്രിയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ടൂറിസ്റ്റ് ബസ് ഡ്രൈവറായ ഭർത്താവ് ചന്ദ്രൻ വിദ്യാർത്ഥികളുമായി വിനോദയാത്രയ്ക്ക് പോയപ്പോഴായിരുന്നു സംഭവം. ഭാര്യ നാരായണിയെ ഫോണിൽ കിട്ടാതായതോടെ ബന്ധുവായ സുജിയെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇവർ വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീനന്ദ വീടിനകത്തെ കിടപ്പുമുറിയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു. നാരായണിയെ വീടിന് പിറകിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. നാരായണി ആത്മഹത്യ ചെയ്തതായിരിക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മരിക്കുന്നതിന് മുൻപ് ഇവർ മകളെ കൊലപ്പെടുത്തിയതാകാമെന്ന സംശയവും ഉണ്ട്. ശ്രീനന്ദയുടെ മരണം സംബന്ധിച്ച് ആശയക്കുഴപ്പത്തിലാണ് പോലീസ്. വിഷമോ മറ്റോ നൽകിയതിന്റെ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.